എന്തുകൊണ്ട് ചേച്ചിയെ ജയിപ്പിക്കണം എന്നാണ് ഇവർക്ക് തൃപ്പൂണിത്തുറക്കാർക്ക് എന്ത് പ്രയോജനമാണ് അഞ്ജലി നായരെ വിജയിപ്പിച്ചാൽ കിട്ടുക? അഞ്ജലി നായരെ വിജയിപ്പിക്കുകയല്ല ചെയ്യുന്നത്, അവിടെ പാർട്ടിയാണ് വിജയിപ്പിക്കുന്നത്. BJP നല്ല മണ്ടത്തരം. 2020 NDA സ്ഥാനാർത്ഥിയാണ് വിജയിപ്പിക്കുന്നത്. ഒരു കാര്യം പറയട്ടെ, എന്റെ പൊന്നു ചേച്ചി, നിങ്ങൾ BJPക്ക് വേണ്ടിയാണ് വോട്ട് പിടിക്കുന്നത് എന്നാണ് പറയുന്നതെങ്കിൽ എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് എന്തായാലും നോക്കണം. വ്യക്തികൾക്കാണ് വോട്ട് വാങ്ങുന്നതെങ്കിൽ പിന്നെയും പറയാം, വ്യക്തികൾക്കാണ് വോട്ടുകൾ വാങ്ങുന്നത്, അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവരൊക്കെ. അപ്പൊ ചേച്ചി ജയിച്ചാൽ BJP നോക്കിക്കൊണ്ടിരിക്കാനാണ് പറഞ്ഞു വരുന്നത്. ചേച്ചി ഒന്നും ചെയ്യത്തില്ല, അപ്പൊ എന്തിനാണ് വോട്ട്? ഇതൊക്കെ ചെയ്യുന്നു, ഇവര് തേങ്ങാക്കൊലും ചെയ്യുന്നില്ല. ഇവരിവിടെ ആദ്യമായിട്ടാണ് ഇതൊക്കെ ഒന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ വന്നത്. പഠിച്ച ആളുകൾക്ക് ഒരു കാര്യമില്ല, പുതിയ ആളുകൾക്കൊക്കെയാണ് അവിടെ അവസരം കൊടുക്കുന്നത്. നമ്മൾ ഇന്റർവ്യൂ ഒക്കെ നടക്കുന്ന സമയത്ത് എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടോ ചോദിക്കും, ഇല്ല എന്ന് പറഞ്ഞാൽ പൊക്കോ അറിയും. ഇവിടെ അതെ, ഇത് ഇവിടെ എക്സ്പീരിയൻസ് വേണമെങ്കിൽ നിങ്ങൾ കുറെ പേരെ കണ്ടു കാണും. ഒന്ന് ബിഗ് ബോസ്, ഒന്ന് കുറച്ച് ഫെയിം, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമ അഭിനയിച്ചിരിക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇലക്ഷൻ നിൽക്കാം. അതാണ് ഇപ്പൊ കണ്ടുവരുന്ന പുതിയ 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 ആചാരം. പിന്നെ പാർട്ടിയിലുള്ള അണികൾ എന്നും അടിമകളെ പോലെ തന്നെ അവിടെ ഇരിക്കണം. എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടോ? ഇല്ല, റീൽസ് ചെയ്യാറുണ്ട് അന്നവാ എന്ന് പറയുന്ന അവസ്ഥയാണ്. എന്തിലോട്ടെ. എന്നാൽ ഈ BJPക്ക് വേണ്ടിയാണ് വോട്ട് വാങ്ങുന്നതെങ്കിൽ പൊന്നു മക്കളെ, എനിക്ക് കുറച്ച് നഗ്ന സത്യങ്ങൾ തുറന്ന് കാണിക്കേണ്ടി വരും. ചാച്ചിക്ക് വേണ്ടി വോട്ട് ചോദിക്കുക. എന്തായാലും ചക്കയും താമരയൊക്കെ ഒന്നാണെന്നല്ലേ പഠിച്ചു വെച്ചിട്ടുള്ളത്. ചക്കയും താമര രണ്ടാണെന്ന് നമ്മൾ പറഞ്ഞുതരാം. ഞാൻ ഒരു കാര്യം പറയാം, കേരളവും UPയും, അതായത് നോർത്തും സൗത്തും രണ്ടാണ്. നിങ്ങൾ ഒന്നാക്കരുത്. അവിടെ ഒരുപാട് വലിയ വികസനങ്ങളാണ് ഇവർക്ക് വന്നു ചേരുന്നത്. അതിന് ഞാനൊരു കാരണക്കാരി മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് അഞ്ജലി നായരെ എന്തുകൊണ്ട് വിജയിപ്പിക്കുന്നു എന്നുള്ളത് നോക്കട്ടെ, എന്റെ പിന്നിലുള്ള ശക്തിയെ നോക്കിയാൽ മതി. അതെ, ചേച്ചിയെ വിജയിപ്പിച്ച ചേച്ചി അവിടെ നിന്ന് ഇങ്ങനെ ശക്തി വിട്ടുകൊണ്ടിരിക്കും. അതായത് ഒന്നുമില്ലാന്ന് മനസ്സിലായില്ലേ? പിന്നിലുള്ള ശക്തിയാ? എന്ത് ഈ രണ്ട് വലിയ ശക്തികളും ചേരുമ്പോ എന്തുണ്ടയാണ്? രണ്ട് വളി ചേരുമ്പോ എന്തുണ്ടാവും? ഒന്നും ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. ഒരു തേങ്ങ. രണ്ട് വളി ചേരുമ്പോ ഒരു വലിയൊരു വളിയാവും, അത്രേ ഉള്ളൂ. എന്തായാലും ഉണ്ടാവില്ല. ആളുകൾക്ക് ദുർഗന്ധ സഹിക്കാൻ പറ്റില്ല. വേറെന്ത്? ചേച്ചി, ആ ശക്തി എന്താണെന്ന് മറ്റൊരു ചേച്ചി പറഞ്ഞു തരും. ഇതറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോളി. 2024 ഈ തെരഞ്ഞെടുപ്പിൽ BJP നേതാക്കന്മാർ ഒന്നാകെ അലറി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കുണ്ട്, ഗ്യാരണ്ടി. എന്താണ് BJP മുന്നോട്ട്? ഗ്യാരണ്ടി അല്ല, അണ്ടി വെച്ച ഗ്യാരണ്ടി. അത് നടക്കും? ഗ്യാസ് കുറ്റിയോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. 2014 മൻമോഹൻ സിംഗ് അധികാരത്തിൽ നിന്നൊഴിയുമ്പോൾ പെട്രോളിന്റെ വില ലിറ്ററിന് 71 രൂപ. അന്ന് ക്രൂഡ് ഓയിൽ രാജ്യാന്തര മാർക്കറ്റിൽ ബാരലിന് $113. എക്സൈസ് നികുതി വേണ്ട എന്ന് വെച്ച് പെട്രോളിന്റെ വില 72 രൂപയിൽ പിടിച്ചു നിർത്തിയതാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. പക്ഷേ അന്ന് മോദി ആർത്തു വിളിച്ചു, എനിക്ക് 50 ദിവസം തരൂ, പെട്രോളിന്റെ വില ഞാൻ 50 രൂപയാക്കി തരാം. ജനം അത് വിശ്വസിച്ചു, വോട്ട് ചെയ്തു. पेट्रोल के दाम कम हुए कि नहीं हुए? डीजल के दाम कम हुए कि नहीं हुए? आपका फायदा हुआ कि नहीं हुआ? അതെ, എല്ലാം കുറച്ച് കയ്യിൽ തരാം. अगर मोदी का नसीब देश की जनता के काम आता है तो इससे बढ़िया नसीब की बात क्या होती है? അല്ല, തീർച്ചയായിട്ടും കുറച്ച് സൗണ്ടൊക്കെ BGM ഒക്കെ ഇട്ട് അടിച്ചു കയറ്റി വിട്ട് ഇപ്പൊ ആളെ കാണാനില്ല. 2 മാസം കഴിയുമ്പോ 50 രൂപയ്ക്ക് ഡീസൽ കിട്ടുമ്പോ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോ ഓട്ടോറിക്ഷക്കാരൻ ജനങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ വിനോദ്, കോമഡി പീസുകളാണോ മാറ്? 50 ദിവസത്തിന് പകരം 3650 ദിവസം ലഭിച്ചു മോദിക്ക്. ഇന്ന് പെട്രോളിന്റെ വില 106 രൂപ, ക്രൂഡ് ഓയിലിന് $83. പെട്രോൾ ഡീസൽ അടുക്കളകളുടെ കാര്യം വളരെ കഷ്ടമാണ്. ഇനി അഥവാ ഈ സാധനങ്ങളെല്ലാം ഇപ്പൊ കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി ഈ സാധനങ്ങളെല്ലാം വീട്ടമ്മമാർ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കി അടുക്കളയിൽ എത്തിച്ചു വന്നിരിക്കട്ടെ. അത് പാചകം ചെയ്യാൻ ഗ്യാസിന്റെ വില എന്താ? 1 ഇരട്ടിയോ 2 ഇരട്ടിയല്ല, 3 ഇരട്ടിയിലധികം വില വർദ്ധിച്ചു. കഴിഞ്ഞ 10 വർഷത്തിൽ ഒരിക്കൽ പോലും വില കുറയ്ക്കാൻ മോദിക്ക് കഴിഞ്ഞതേയില്ല. പൊളിഞ്ഞു പാളീസായ BJP സർക്കാരിന്റെ ആദ്യത്തെ ഗ്യാരണ്ടി. പക്ഷെ ചാച്ചി ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങളൊരു 10 രൂപ തീരുവ കുറച്ചിട്ടുണ്ട്. എന്താ വെച്ചാലേ 100 രൂപ എത്തിച്ചില്ല, 63 രൂപ 71 രൂപ എന്നൊക്കെ. ഇനിയിപ്പോ ഒരു 10 രൂപ കുറച്ചാൽ എന്ത്? നാളെ 20 രൂപ ആയിട്ട് കൂട്ടാലോ. ഞങ്ങളെ പോളിസി അങ്ങനെയാണെന്നുള്ളതാണ്. ഞങ്ങളെ അതെ, ഇലക്ഷൻ സമയമാകുമ്പോ കുറച്ചൊന്ന് കുറച്ച് തരും. അത് കണ്ടുപോയി വോട്ടിടാൻ നിൽക്കരുത്. കുറച്ച് കഴിഞ്ഞ ഇവന്മാര് എന്നെ അതിലിരട്ടിയായിട്ട് കൂട്ടും, അടിച്ചെടുക്കുകയും ചെയ്യും. മിത്രം ശംഖശക്തികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. 100 രൂപ കൂട്ടി 1 രൂപ കുറച്ചാ ഞങ്ങളെ കൂട്ടിയതിനെ കുറിച്ച് ചിന്തിക്കില്ല, അത് രാജ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയും. കുറച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വേണ്ടിയിട്ടാണെന്ന് പറയും. ഞങ്ങൾ അങ്ങനെ ഒരു പ്രത്യേകതരം വർഗ്ഗങ്ങളാണ് ചേച്ചി. ഇങ്ങനെയുള്ള ആളുകളെ ജയിപ്പിച്ചു വിട്ടിട്ട് വേണം ഇനിയിപ്പോ വികസനം കാണാൻ നമുക്കില്ലേ. കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളൊന്ന് കാണാഞ്ഞിട്ടാണ് ശരിക്കും ഒന്ന് കണ്ണീർന്ന് നോക്കി എന്റെ പൊന്ന് സംഘങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇവിടെ കേന്ദ്രം തരുന്നത് വാരി മിണുങ്ങിയതാണെന്ന് പറയുമ്പോ കേന്ദ്രം പിന്നെ നമുക്കല്ലാതെ അറബിക്കടലിൽ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കണം. നമുക്കുള്ളത് നമുക്ക് തരുന്നെ വേണം. തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നു എന്ന് പറഞ്ഞിട്ട് ഊളത്തനം വിളിച്ച് പറയരുത്. നമുക്ക് അതെ, ഊളത്തനം വിളിച്ച് പറയരുത്. പറഞ്ഞു വരുന്നത് ഒരിക്കലും BJPക്ക് വോട്ട് ചെയ്യരുതെന്നാണ്. ഉള്ളതാണ്, നേടിയെടുക്കാനുള്ളതാ. നമുക്ക് തരാനുള്ളത് നമ്മൾ വാങ്ങുക തന്നെ ചെയ്യും. അതെ,
ചോദിക്കുക തന്നെ ചെയ്യും. ഇനിയും കിട്ടാനുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ചോദിക്കരുത്. ചോദിച്ച ആമ വളർത്തൽ കേന്ദ്രം തന്നല്ലോ, അതേപോലെ എന്തെങ്കിലും തരും. കേട്ടോ, ഇന്ത്യയിലുള്ള പല ഗവൺമെന്റ് സ്ഥാപനങ്ങളും പല ഗവൺമെന്റിന്റെ അധീനതയിലുള്ള സാധനങ്ങളും പ്രൈവറ്റ് കമ്പനികൾക്ക് അങ്ങോട്ട് തീരെഴുതി വിറ്റ് കൊടുത്തിട്ട് ഇഷ്ടാനുസരണം അവർക്ക് വില കൂട്ടാനുള്ള അവസരം വിട്ടുകൊടുത്തിട്ട് ഇപ്പൊ ഡയലോഗ് അടിക്കുന്നു. ഗ്യാസ് ഒക്കെ വന്ന് എന്ന് പറയുമ്പോ എത്ര ഹോട്ടലാണ് ഇപ്പോൾ അടഞ്ഞു കിടക്കണതിന്റെ പൊന്നു മിത്രങ്ങളെ. ഞാൻ നുണ പറയുന്നു എന്നാ പറഞ്ഞേ എന്റെ റീല് കണ്ടിട്ട്. ആ റീല് വേണമെങ്കിൽ സൈഡിൽ വെച്ചേരാ, ഒന്ന് കണ്ടു നോക്കി നിങ്ങള്. ഹോട്ടലുകളിലൊക്കെ അടച്ചിടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അത് അടച്ചാലും എത്രയും പെട്ടെന്ന് തുറപ്പിക്കാനുള്ള സംവിധാനത്തിന് വേണ്ടിയാണ്. അതെ, ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ അടഞ്ഞു തന്നെ കിടക്കണം. അതാണ് ഇവരുടെ ഐഡിയ. ഇപ്പൊ എങ്ങനെയെങ്കിലും തുറക്കാന്ന് പറയും. വോട്ട് കിട്ടണ്ടേ? ഞങ്ങളുടെ ശ്രമം. ഞങ്ങളെ കളിയാക്കണ്ട. ഹോട്ടൽ ഇപ്പൊ തന്നെ തുറക്കും. ഞാൻ പോവാണ്. നമ്മുടെ മോദിജി പറഞ്ഞതൊന്ന് കേട്ടോ നിങ്ങള്. और वहीं पर एक नाली, गंदी नाली जाती थी। अब इसके दिमाग में कोई विचार आया, उसने उस नाली में, बाबा भी के गंदी नाली होती, वहां गैस भी निकलता है तो कभी दुर्गंध आती थी। उसने एक छोटी सी बर्तन को उल्टा करके उसमें छेद करके एक पाइप डाल दी और जो गटर से गैस निकलता था वो पाइपलाइन से उसके अपने चाय के ठेले में ले लिया और वो चाय बनाने के लिए उसी गैस का उपयोग करके चाय बनाता था। सिंपल सी टेक्नोलॉजी। അതെ, സിമ്പിൾ. കത്യങ്ങക്ക് പറഞ്ഞുതരാം. മൂപ്പര് ദിവസം നടന്നു പോണ സമയത്താണ് ഒരു ചെങ്ങായി ഓടയിൽ എന്താ പൈപ്പൊക്കെ ഇട്ടായിക്കോട്ടെ ഗ്യാസ് എടുത്തിട്ട് സ്റ്റൗ കത്തിച്ച് ചായ ഉണ്ടാക്കണം. ഒരു കൗതുകം തോന്നി. കാരണം മൂപ്പര് അതെ, സിമ്പിൾ ടെക്നോളജി അല്ലേ. ആരാക്കാരല്ല അവിടെ ചെന്ന് നോക്കി ചോദിച്ച് കാര്യം മനസ്സിലാക്കി. വളരെ സിമ്പിൾ മെത്തേഡ്. പിന്നെ അങ്ങ് നോർത്ത് ഇന്ത്യയിൽ ഇതാണ് അവസ്ഥ. കണക്കിന് പോയാല് ഹോട്ടലൊന്നും തുറക്കലുണ്ടാവൂല, അടുക്കളയിൽ അടുപ്പ് പുകയൂല. പഴയ കാലത്തൊക്കെ പോയിക്കോളി. വിറക് അതാണ് ഇപ്പൊ ഒരു ട്രെൻഡ്. 5000 ഉറുപ്പ്യ ഗ്യാസിനായാലും ഞങ്ങൾക്ക് ഞങ്ങളെ മോഡിജി മതി. പോടാ, ജയ് സംഘശക്തി. 300 എത്രയെന്ന് ഇപ്പൊ 1000 രൂപയ്ക്ക് തന്നു. അത്രയും പോരെ നിങ്ങൾക്ക്? ഇനിയും കുത്തി കൊടുക്കുന്നുണ്ട്. ചാണകശക്തി കണ്ടില്ലേ? ആ റീലിന്റെ അടിയിൽ വന്ന കമന്റ് കാണാൻ എന്റെ പൊന്നും മക്കളെ സംഖ്യകളായിരിക്കും. സൈക്കൂല സംഖ്യകൾ കിടന്ന് കരയുക. എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുക. അവിടെ നിന്ന് 40,000 ക്യൂബിക് ലിറ്റർ തേങ്ങാക്കൊല അയച്ചിട്ടുണ്ട്. ഗ്യാസ് ആമ അയച്ചാണ്. ആമ നിങ്ങൾക്ക് ആമ തന്നിട്ടുണ്ട്. ദേഷ്യം പറഞ്ഞു. ഇപ്പോഴും അയച്ചിട്ടുണ്ട്, പെട്രോൾ അയച്ചിട്ട്, ഡീസൽ അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എന്തോ ഭാഗ്യം കൊണ്ട് പെട്രോളിനൊന്നും ഇപ്പൊ വലിയ പ്രശ്നമില്ലാതെ തന്നെ പോകുന്നുണ്ട്. പക്ഷെ ഗ്യാസിന്റെ അവസ്ഥ, ഗ്യാസിന് വില കൂടി, ഗ്യാസ് കിട്ടാനില്ല. അതുകൊണ്ടൊക്കെ തന്നെ ചായക്ക് 15 ഉറുപ്പ്യ വരെ കൊടുക്കേണ്ട അവസ്ഥ വരുന്ന ചില ആളുകൾ തീ കത്തിച്ചിട്ട് അടുപ്പ് കത്തിച്ചിട്ട് എന്റെ പൊന്നെ കഷ്ടപ്പാടും ദുരിതമാണ്. കുറച്ച് ഹോട്ടലുകളില്ല, കുറച്ച് ഹോട്ടലുകളിൽ ആഹാര വസ്തുക്കൾ കുറച്ചു. ചായ ഒന്നും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പല കടയിലും എന്താ വെച്ചാൽ ഈ പുക മണക്കുന്ന രുചി വരുന്ന ചായകളാണെന്നുള്ളതാണ്. അയ്യോ, വിഷയത്തിന് എഴുതി മാറണ്ട. നമുക്ക് നോർത്ത് ഇന്ത്യയിലുള്ള കുറെ ആളുകൾ മുസ്ലിങ്ങളെ എന്ത് രീതിയിലാണ് കാണുന്നു കാണിച്ചു തരാവേ. ये देश हिंदू राष्ट्र है और हिंदू राष्ट्र रहेगा। हिंदू मुस्लिम हिंदू मुस्लिम हिंदू मुस्लिम हिंदू मुस्लिम। मुसलमान हिंदुओं के साथ नहीं रह सकता तो क्यों रखा है इस देश में? यार ये सबसे बड़ी समस्या ये मुसलमान है। बस देश से ये खत्म हो जाए तो सारी समस्या खत्म हो जाए। पता नहीं मोदी जी समस्या का समाधान कब करेंगे। अरे अंकल, आपको पेंशन नहीं मिल रही मोदी की वजह से, बच्चों को रोजगार नहीं मिल रहा मोदी की वजह से, क्राइम बढ़ रहा है बेरोजगारी की वजह से, बेरोजगारी बढ़ रही है मोदी की वजह से। തൊഴിലില്ലായ്മ മോദിജി കാരണമാണെന്ന്. അതെ, എല്ലാം മറ്റേ പ്രൈവറ്റിനെ എഴുതി തള്ളയല്ലേ. शिक्षा महंगी मोदी की वजह से, इलाज महंगा मोदी की वजह से, तेल सिलेंडर खाने पीने की चीजें महंगी मोदी की वजह से। बताओ, आपकी समस्या मुसलमान है या मोदी? अरे बेटा, इतना तो कभी सोचा ही नहीं। वो टीवी में तो साथ ही। हाँ बिल्कुल अंकल, टीवी में यही दिखाया जाता है ताकि आप लोग कभी अपनी असली समस्याओं के बारे में, देश की असली समस्या के बारे में सोच ही ना पाओ, मोदी की नाकामियों के बारे में सोच ही ना पाओ, मोदी से कभी सवाल पूछ ही ना पाओ। इसलिए टीवी में यही दिखाया जाता है। മുസ്ലിം വേറൊന്നും പറയാനില്ല. ഇവരുടെ നേരെ ഇങ്ങനെ അക്രമങ്ങൾ അഴിച്ചുവിടാൻ അവസരം കൊടുത്തുകൊണ്ടിരിക്കുക. നരേന്ദ്രമോദി ഇവിടെ കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തരങ്ങൾ നമുക്ക് ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ ആക്കിയതിനെ കുറിച്ച് ഒരു മണകൊണാഞ്ചിനും മിണ്ടാനില്ല. ഇവിടെയുള്ള മാധ്യമങ്ങളും മിണ്ടുന്നില്ല എന്നുള്ള സോഷ്യൽ മീഡിയയിൽ. ഇവിടെ കേരളത്തിലൊക്കെ മിണ്ടുന്നുണ്ട്, പക്ഷെ അങ്ങോട്ടൊന്നും മിണ്ടുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ചങ്കൂറ്റമുള്ള ചങ്കുറപ്പുള്ള കുറെ ആണുങ്ങൾ മാത്രമാണ് ഇതിനെതിരെ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. ബാക്കി ആരും പ്രതികരിക്കുന്നില്ല, മിണ്ടാതെ ഒരു മൂലയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. മുസ്ലിം വിരോധം അങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ്. PC ജോർജിനെ പോലെയുള്ള കുറെ കൂതറ നികൃഷ്ട ജീവികൾ കാണിച്ചു കൂട്ടം നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കേരളത്തിലുണ്ട്. എന്റെ തന്തയുള്ളവനാണ് അവൻ. അവൻ ഒരിക്കൽ ഒന്ന് പറയും, പിന്നെ വേറെ ഒന്ന് പറയും എന്നുള്ളതാണ്.
ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലേക്ക് മുസ്ലിങ്ങളെ മാത്രം ജയിപ്പിച്ചു വിടുന്നു. അവിടെ മുസ്ലിം 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 എന്ന നാമങ്ങൾ തന്നെയാണ് BJPക്ക് പറയാനുള്ളത്. മുസ്ലിം എന്നല്ല നമ്മൾ പറയേണ്ടത്, മോദി എന്നാണ് പറയേണ്ടത്. എടോ മോദി, ഞങ്ങൾക്ക് ജീവിക്കണമെടോ എന്ന് തുറന്നു പറയാനുള്ള അവകാശം നമുക്കുണ്ട്, അധികാരം നമുക്കുണ്ട്, അതിനുള്ള മൗലിക അവകാശം നമുക്കുണ്ട്. അത് ഉറക്കെ പറയുക എന്നുള്ളത്. അതെ, ഇനിയെങ്കിലും വോട്ടിട്ട് ജയിപ്പിക്കാതിരിക്കുക, അത്രേ പറയാവുള്ളൂ. വേറൊരാൾക്ക് അവസരം കൊടുക്കുക, അവരെന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യട്ടെ. ഇത്ര നാൾ കണ്ടില്ലേ, ഒരു മണ്ണാങ്കട്ടയും ചെയ്തില്ല. എന്തെങ്കിലും 1-2 ചെയ്തിട്ട് 5-6 കുറ്റങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ മറക്കുമല്ലോ. നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് നമുക്ക് ജീവിക്കാൻ കഴിയുമായിരുന്നു. ഇന്ന് അതിന് കഴിയാത്ത അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കൂലി അങ്ങ് കൂടിപ്പോയി. കൂലി തരാൻ ആളുകളുടെ കയ്യിൽ ഇല്ലതാനും. മൂല്യം എത്രയാണെന്ന് അറിയോ ഇന്ന് ഡോളറിന്റെ ഒക്കെ? ഞാൻ പറയുന്നില്ല, 94-95 രൂപയായി $1. ഇത്രമാത്രം വകതിരിവില്ലാത്ത ഒരു കൂട്ടം എണ്ണം ഇന്നും BJPയിൽ ഉണ്ട് എന്നുള്ളതാണ് എന്നെ അതിശയിപ്പിക്കുന്നത് എന്നുള്ളതാണ്. എന്റെ പൊന്നുമക്കളെ, മുസൽമാൻ ക്രൈസ്തവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് തമ്മിലടിപ്പിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? ഇവിടെ ക്രിസ്മസ് ദിനങ്ങളിൽ അവരെ അതിക്രമിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? സിസ്റ്റർമാർക്ക് ബൈബിളുമായിട്ട് റോഡിലൂടെ നടന്നു പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് പോകുന്നത്, അതപ്പതിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? പല കോടതികളും അതുമല്ല, പള്ളികളെ പൊളിക്കുന്നു, എന്തൊക്കെയാണ് നടക്കുന്നത്? ക്രൈസ്തവർക്കെതിരായിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നത് നമ്മൾ കേട്ടു. അതായത് സത്യവിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ മറ്റുള്ള ആളുകളുടെ വിശ്വാസങ്ങളും സത്യമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഞാനത് അലഹാബാദ് കോടതിയുടെ ഒരു റിപ്പോർട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ മോശപ്പെട്ട രീതിയിലാവുന്നു എന്നുള്ളതാണ്. ജനാധിപത്യ രാജ്യമാണ്, നമുക്ക് മൗലികാവകാശങ്ങളെല്ലാം ഉണ്ട്. ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ഇഷ്ടമുള്ള മതം പ്രചരിപ്പിക്കാനും നമുക്ക് അവകാശമുണ്ട്. ഇഷ്ടമുള്ളത് ഇഷ്ടം പോലെ ചെയ്യാൻ നമ്മുടെ ഭരണഘടന അനുവദിക്കുമ്പോൾ, അവരുടെ ഇഷ്ടാനുസരണം നമ്മളെ കഷ്ടപ്പെടുത്തുമ്പോൾ നമ്മൾ കൈയും കെട്ടി നോക്കി നിൽക്കാൻ പാടില്ല. ഈ വിരൽ ഉപയോഗിച്ചതിന് മറുപടി കൊടുക്കണം. താമരക്കും ചക്കക്കൊക്കെ വോട്ട് ചെയ്യാൻ നേരത്തെ നിങ്ങൾ ആലോചിക്കണം, ഈ കേരളം അത്ര സുന്ദരമാക്കിയത് ഇടതുപക്ഷവും UDF-ഉം ചേർന്നുകൊണ്ടാണ് എന്നുള്ളത്. അതിനെ എതിർക്കുന്ന ആളുകൾ ഉണ്ടാകാം. നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് മാത്രം ഒന്ന് പാളി നോക്കിയാൽ മതി. ഞാൻ അമേരിക്കയിലേക്ക് നോക്കാലോ. അതെ, ജസ്റ്റ് ഒന്ന് നോർത്ത് ഇന്ത്യയിലോട്ട് പോയി നോക്കുക. അവിടുത്തെ ചട്ടക്കുടലുകളും അതൊക്കെ നമുക്ക് കാണാം. ഇവന്മാരെ ഒരാളെയും പൊങ്ങി വരാൻ അനുവദിക്കത്തില്ല. എല്ലാവരും അടിച്ചമർത്തിയിട്ട് അവരുടെ വോട്ട് കൊണ്ട് ജീവിച്ചു പോകുന്നു. അവർക്ക് വിദ്യാഭ്യാസം വന്നാൽ, അവര് കുറച്ചുകൂടെ ഉയർന്നു വന്നാൽ ഇവർക്ക് വോട്ട് കിട്ടില്ലെന്നറിയാം. ഇതാണ് ഇവന്മാരെ ടെക്നോളജി. ക്യൂബയിലേക്ക് നോക്കാനൊന്നും അല്ല പറയുന്നേ, ഈ ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളെ ഒന്ന് നോക്കിയാൽ മതി. നമ്മൾ എത്ര മുന്നിലാണെന്ന് മനസ്സിലാവും. ഇനി എന്താണ് ഇവർക്ക് ഈ ഭ്രാന്ത് പിടിച്ച കാണിക്കാന്ന് കൂടി കാണിച്ചു തരാം. ഒരു പള്ളിക്ക് മുന്നിൽ കുറെ സംഘി ചാണകങ്ങൾ കാണിക്കുന്നത് കണ്ടോക്കി. ഓക്കെ, ഈ മണഗുണാഞ്ചന്മാര് കാണിച്ചു കൂട്ടുന്ന കോപ്രയത്തനങ്ങൾ കാണുന്നില്ലേ? നമ്മുടെ നാട് നശിപ്പിച്ചില്ലാണ്ടാക്കി ഈ നായ്ക്കാട്ടങ്ങളൊക്കെ പറയും. നമ്മുടെ കേരളത്തിന് വന്നിട്ട് ഈ ഇമാതിരി ഊളത്തരം കാണിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വിരൽ കൊണ്ട് ഉത്തരം പറയുക തന്നെ വേണം. 113 സീറ്റിൽ കഴിഞ്ഞ മത്സരിച്ചു, ആനമുട്ട കിട്ടി. നമുക്ക് ആമമുട്ട തന്നില്ലേ? ആമമുട്ട തന്നെ നമുക്ക് കിട്ടിയത്. അതേ ആമമുട്ട തന്നെ നമുക്ക് നിലനിർത്താൻ പറ്റുമോ നോക്കുക, അത്രേ പറയുന്നുള്ളൂ. ഇവിടെ ഹിന്ദുവും ക്രൈസ്തവനും ഇസ്ലാമും എല്ലാവരും ഒന്നാണ്. നമ്മളെ വിഘടിപ്പിച്ചത് ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതോട് കൂടിയിട്ടാണ്. അത് മനസ്സിലാക്കിയാൽ മുന്നോട്ട് അടിപൊളിയായിട്ട് പോകുക. നരേന്ദ്രമോദി ഇവിടെ വന്നിട്ട് കുറെ ഊളത്തരങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് തൊഴിലില്ലായ്മയുണ്ട്, അതുകൊണ്ട് ഇവിടുന്ന് കയറി പോകുന്നുള്ളത്. എന്റെ പൊന്ന് മോദി ചേട്ടായി, നിങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം മൂല്യം ഇങ്ങ് ഇടിഞ്ഞിട്ടുണ്ട് രൂപയുടെ. പുറത്തു പോയി സമ്പാദിച്ചാല് അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം ഇവിടേക്ക് ഇരട്ടിയാ. അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ വളരെ എളുപ്പ. നിങ്ങൾ അധികാരത്തിൽ നിന്ന് മാറുന്ന സമയത്ത് ആ ഫണ്ട് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ്, ഒരു തർക്കത്തിൽ വേണ്ട. അപ്പൊ എനിക്കൊന്നേ പറയാനുള്ളൂ, വോട്ട് ചെയ്യുമ്പോ പൊന്നുമക്കളെ അതെ, പൊട്ടത്തരം കാണിക്കാതെ നോക്കി വോട്ട് ചെയ്യുക. അതാണ് പറഞ്ഞു വരുന്നത്. സംഘികൾക്കും ചാണകങ്ങൾക്കും വോട്ട് കൊടുക്കാതിരിക്കുക എന്നും പറഞ്ഞു വരുന്നുണ്ട്. ചാണകവും ചക്കയും ഒന്നാണെന്ന് പറയുന്ന വേറെ കുറെ ചാണകങ്ങൾ. ഓക്കെ, അപ്പൊ എന്തായാലും വോട്ടാണ് വരുന്നത്. എല്ലാവരും ചിന്തിച്ച് വോട്ട് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ ചിന്തിക്കുക, ചിന്തിച്ച് മാത്രം വോട്ട് ചെയ്യുക. അത്രേ എനിക്കും പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് അടിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രിപ്ഷനും ഓൺ ആയിരിക്കും എന്ന് തോന്നുന്നു. സബ്സ്ക്രിപ്ഷൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ആവശ്യമുള്ളവർ മാത്രം ചെയ്യുക. ഹൈപ്പ് ചെയ്യണേ. അപ്പം നെക്സ്റ്റ് അടിപൊളി വീഡിയോ കാണുന്നവരിക്കും ബൈ ബൈ ഗൈസ്.